സീറോ മലബാർ സഭ ഇവിടുത്തെ മനുഷ്യരോട് കാണിക്കുന്ന അതിക്രൂരമായ ചില പ്രവർത്തികളുണ്ട്. അതിൻ്റെ തെളിവാണ് UKKCയുടെ പ്രസിഡൻ്റായിട്ടുള്ള സിബി കണ്ടത്തിലിൻ്റെ മകൻ്റെ വിവാഹം ഇംഗ്ലീഷ് പള്ളിയിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആ പള്ളിയിൽ നടത്തരുതെന്നും അവർക്ക് കൂദാശ നിഷേധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സീറോ മലബാർ സഭയുടെ ചാൻസലർ അയച്ച കത്ത് ഇന്ന് പൊതുമണ്ഡലത്തിലുണ്ട്. ഇത്രമാത്രം നീചവും നിഷ്ഠൂരവുമായ പ്രവർത്തികൾ ചെയ്യുന്ന സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ മനുഷ്യരെ വളരെ ഏറെ ദോഷകരമായി ബാധിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ അസ്വസ്ഥതയുണ്ടാകുകയും സമൂഹങ്ങളിലും കുടുംബത്തിലും അസ്വസ്ഥത ഉണ്ടാകുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ടോമി ഇവിടുത്തെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരാളും അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ആളുമാണ് എന്നുള്ളതുകൊണ്ട് ടോമിക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ് എന്നറിയാനാണ് അദ്ദേഹത്തെ കാണാൻ ഞാൻ എത്തിയത്. ഇവിടുത്തെ ഒരു 5000 ഫാമിലിനെ ബാധിച്ചിരിക്കുകയാണ്, ഞാനടക്കം. കാരണം ഞങ്ങളിവിടെ വന്ന് സീറോ മലബാർ അംഗങ്ങളാണെങ്കിലും ലാറ്റിൻ പള്ളിയിൽ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്നിപ്പോൾ ടോം പറഞ്ഞ രീതിക്കുള്ള ഡാരിൻ്റെയും ക്ലരീനയുടെയും വിവാഹം ഇൻവാലിഡ് ആണ് എന്ന രീതിക്കുള്ള ഒരു ലെറ്റർ കൊടുക്കുകയും ഓഗസ്റ്റ് 2-ാം തീയതി അവരുടെ വിവാഹം നടത്താനായിട്ട് വെച്ചിരുന്ന ലാറ്റിൻ പള്ളി അതിൻ്റെ ഹോളെല്ലാം ബുക്ക് ചെയ്തതിനു ശേഷം ആ ലെറ്റർ ചാൻസലർ മാത്യു പണക്കാട്ടിൻ്റെ ലെറ്റർ കാരണം അവരുടെ വിവാഹം മുടങ്ങേണ്ട അവസരത്തിലേക്ക് വന്നു. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഇത്രയേറെ പ്രതീക്ഷയോട് കാത്തിരുന്ന 2 യുവാക്കളുടെ ഒത്തുചേരൽ. നമ്മൾ ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് നമ്മുടെ കല്യാണത്തിൻ്റെ അവസാനത്തെ സമാപന ആശീർവാദം. പക്ഷേ ഇവൻ കല്യാണം നടത്തുന്നതിന് മുമ്പ് തന്നെ മുടക്കുന്ന രീതിയിലേക്ക് സീറോ മലബാർ തരം താണു പോയത് വളരെയേറെ ഹൃദയവേദന ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ടോമുമായിട്ടൊന്ന് സംസാരിക്കാൻ, അതിനു വേണ്ടിയിട്ട് ടോമിന് സമയത്തിന് പ്രത്യേകിച്ച് ടോമിനോട് നന്ദി പറയുകയാണ്. UK അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഒരുപക്ഷെ ടോമിൻ്റെ വ്യക്തിപരമായ ആശയങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ അടിയുറച്ച ഒരു സീറോ മലബാർ വിശ്വാസി, അതിന് UK ഒരു വാല്യൂ, സീറോ മലബാർ അംഗമാണെങ്കിലും ലാറ്റിൻ പള്ളിയോട് ചേർന്ന് നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കമ്മ്യൂണിറ്റി കൊഹീഷൻ എന്നുള്ള ആശയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ UK അതേമാതിരിയുള്ള ഒരു 5000 ഫാമിലി ഉണ്ട്. അവരെ എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ കൂടി ബിഷപ്പ് ശ്രാമ്പിക്കലിനോട് സംസാരിച്ചിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാൻസലറോട് സംസാരിച്ചു, ആന്റണി ചുണ്ടിൽകാട്ടച്ചനോട് സംസാരിച്ചു. ഇന്നലെ ഏറെ നേരം ഫാദർ ജിനോ അരീക്കാട്ട്, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു വൈദികനാണ്. അദ്ദേഹം നമ്മുടെ ഒരു രൂപതയുടെ ഒരു വികാരി ജനറലായിരുന്നു. എല്ലാവരോടും സംസാരിച്ചപ്പോഴും ഒരു ഡയലോഗിന് ഇവരും ആരും തയ്യാറായിട്ടില്ല കേട്ടോ. അതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. അപ്പം നമ്മൾ വളരെ ചുരുക്കമായിട്ട് ഇനിയുള്ള ചോദ്യങ്ങളിലേക്ക് അതിനുള്ള വ്യക്തമായി എന്താണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് സഭ അനുകൂലികളായിട്ടുള്ള വിശ്വാസികളുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ എൻ്റെ ചില ആശയങ്ങൾ പങ്കുവെക്കാം. ഒരുപക്ഷെ അതുകൊണ്ട് ഈ പ്രശ്നം തീരാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് പോയി ലീഗൽ ചലഞ്ചിന് പോലും സാധ്യതയുണ്ട്. ടോമി, UK ഇപ്പം ഈ പയ്യന്റെ കാര്യത്തിൽ നടന്നേക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ്. ഈ തരത്തിലുള്ള ഒരു സഭയുടെ പ്രവർത്തനം ഇവിടെ ആവശ്യമുണ്ടോ? കാരണം ഈ കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി പറഞ്ഞ് കേട്ട് കാണുമല്ലോ, ഇവിടെ ഈ സമൂഹത്തിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാത്തവരും ഇവിടെ വോളണ്ടറി വർക്ക് ചെയ്യാത്തവരും അതുപോലെ തന്നെ ഈ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവർക്കും PR കൊടുക്കുക എന്ന് പോലും പറഞ്ഞ സാഹചര്യത്തിൽ ഇവിടെ ഈ പറഞ്ഞ സിബിയുടെ 2 മക്കൾ അല്ല അവരുടെ അവർ വിവാഹം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ ചെന്നപ്പം അത് നിഷേധിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ സീറോ മലബാർ സഭയ്ക്ക് ഭൂഷണമാണോ? അവരുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള ആ കാഴ്ചപ്പാടിനെ, അവരുടെ അത്തരം പ്രവർത്തനത്തെ പറ്റിയുള്ള ടോമിയുടെ കാഴ്ചപ്പാട് എന്താണ്? ടോമ, ശരിക്കും ഇതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ സീറോ മലബാറിന്റെ ബിഷപ്പ് ബഹുമാനപ്പെട്ട ശ്രാമ്പിക്കൽ പിതാവാണ്. അദ്ദേഹമാണ് ഇതിന് മറുപടി പറയേണ്ടത്. അദ്ദേഹത്തോട് പല പ്രാവശ്യം ഞാൻ സംസാരിച്ചു, ഇന്ന് രാവിലെയും കൂടി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം ചെയ്യുന്നത് കാനോൻ നിയമത്തിന്റെ ബലത്തിലാണെന്നാണ് പറയുക. ഏത് കാനോൻ നിയമമാണെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നത് 2016 ഒക്ടോബർ മാസത്തിൽ സീറോ മലബാർ രൂപത സ്ഥാപിതമായപ്പോൾ സീറോ മലബാറിൽ ജനിച്ച എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് സീറോ മലബാറിന്റെ കീഴിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ 2000-ലും 2002-ലും വന്ന് 15 വർഷം പോയിക്കൊണ്ടിരുന്ന ലാറ്റിൻ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും, ഉദാഹരണമായിട്ട് ഞാൻ ലാറ്റിൻ പള്ളിയിലെ യൂക്കറിസ്റ്റിക് മിനിസ്റ്ററാണ്, എൻ്റെ ഭാര്യ അവിടുത്തെ ഫ്ലവർ അറേഞ്ചറാണ്, എൻ്റെ മോളും മോനും അവിടുത്തെ ഓൾട്ടർ ബോയ് ആൻഡ് ഗേളായിരുന്നു, അവർ റീഡേഴ്സ് ആയിരുന്നു. മോളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു, മോന് ഇപ്പോൾ 22 വയസ്സായി. അപ്പം ഞങ്ങളെ മാതിരിയുള്ള ഏകദേശം ഒരു 5000 കുടുംബക്കാർ ഇപ്പോഴുണ്ട് കേട്ടോ UK. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും ഇനിയിപ്പോൾ ഒരു കൂതാശയ്ക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ ലാറ്റിൻ പള്ളിയിൽ പോയി എന്നുള്ള വലിയൊരു തെറ്റായിട്ടാണ് സീറോ മലബാറിന്റെ ബിഷപ്പും ചാൻസലറും ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഇവിടുത്തെ ആദ്യത്തെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ.
കാരണം നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ തീവ്രവാദപരമായ ആശയങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം, ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ എന്നുള്ളത്. പ്രധാനമായിട്ടും എനിക്ക് ബിഷപ്പ് ശ്രാമ്പിക്കനെ വളരെ സ്നേഹമുള്ള ആളാണ്. 52-ാം വയസ്സിൽ ബിഷപ്പായി, ചെറുപ്പമായിരുന്നു, വളരെ സുമുഖനാണ്, സുന്ദരനാണ്. ആദ്യകാലത്തൊക്കെ വളരെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പ്രസംഗം ഞാൻ വെയിൽസ് വെച്ച് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിയത്, നിങ്ങളാരും ലാറ്റിൻ പള്ളിയിൽ ഞായറാഴ്ച പോകാൻ പാടില്ല, നിങ്ങൾ നാട്ടില് സീറോ മലബാറിൽ ലാറ്റിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലാറ്റിനിൽ പോകുമോ? അപ്പൊ അതൊക്കെ നമുക്ക് വളരെയേറെ ഹൃദയവേദന ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും അന്നത്ര കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പോൾ ഇത് കൂദാശ നിഷേധത്തിലേക്ക് വന്നപ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഞാൻ ഈയിടെ ഡാരനും ക്ലരീനയും കൂടെ ഒരുമിച്ച് ശ്രാമ്പിക്ക പിതാവിന് അയച്ച ഹൃദയഭേദകമായ ഒരു നീണ്ട ലെറ്റർ ഞാൻ വായിച്ചു. കണ്ണു നിറഞ്ഞ് നമുക്കത് വായിക്കാൻ പറ്റുള്ളൂ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറയേണ്ട ആ കല്യാണം ആശീർവദിക്കുന്നതിന് മുമ്പ് തന്നെ ആ കല്യാണം മുടക്കുകയും ആ യുവാക്കൾ രണ്ടുപേരും ഒരു യാക്കോബായ പള്ളിയിൽ പോയി ചേർന്നിട്ട് അവിടെ വെച്ച് വിവാഹം നടത്തേണ്ട ഒരു ദുരവസ്ഥ അത് UK ഇനി ആർക്കും ഉണ്ടാകാൻ പാടില്ല. താങ്ക് യു. ടോമി, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത്, ഇപ്പം ഈ പ്രശ്നം നമ്മളിപ്പം ഇവിടെ വന്ന കാലത്ത് ഒത്തിരി ആളുകൾ ഈ ലാറ്റിൻ പള്ളിയിൽ പോവുകയും അവരുമായി ബന്ധപ്പെടുകയും, ഇപ്പം എൻ്റെ പിള്ളേർ രണ്ടുപേരും, ഞാൻ വലിയ വിശ്വാസമൊന്നും അല്ലെങ്കിലും പിള്ളേർ അവിടെ ആൾട്ടർ പോവുകയായിരുന്നു. അവിടെ ഇതുപോലെ ടോമി പറഞ്ഞ പോലെ തന്നെയാണ്. ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? നമ്മുടെ ഈ സീറോ മലബാർ സഭയും ആയിട്ട് ഉള്ള ഈ കോൺഫ്ലിക്റ്റ്, ഈ ലാറ്റിൻ പള്ളിയിൽ നിന്ന് ലെറ്റർ കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ തരത്തിൽ ഈ പറഞ്ഞ ഇതൊരു വംശീയമായിട്ടുള്ള വെറിയാണ്. സീറോ മലബാർ സഭ ഞങ്ങളെന്തോ സുപ്പീരിയർ ക്ലാസ് ആണ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു വംശീയ വെറിയും കൂടിയാണ്. ഇതിനെ എങ്ങനെ നമുക്കൊരു പോപ്പിന്റെ കീഴിലുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ള ലാറ്റിൻ കത്തോലിക്ക പള്ളിയെ ഇവർ അംഗീകരിക്കില്ല, അവിടെ ലെറ്റർ ഇവർ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതാണ് ടോമിയുടെ ഒരു വീക്ഷണം? ഒരു ക്രിസ്ത്യൻ വിശ്വാസി എന്നുള്ള, അല്ലെങ്കിൽ സഭയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ളെങ്കിൽ താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് കാഴ്ചപ്പാടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സീറോ മലബാർ കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ചർച്ചാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് സീറോ മലബാറിന്റെ ആൾക്കാർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഷിക്കാഗോ രൂപതയുണ്ടായി, അതിനുശേഷം നമുക്ക് മെൽബൺ രൂപതയുണ്ടായി, ഓസ്ട്രേലിയയിൽ, UK ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ശ്രാമ്പിക്ക പിതാവിനോടുള്ള നമ്മുടെ ഒരു അഭ്യർത്ഥന, 9 വർഷമായി നമ്മൾ രൂപത തുടങ്ങിയിട്ട് നമ്മൾ 9 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിചിന്തനം ആവശ്യമാണ്. ആദ്യമായിട്ട് UK സീറോ മലബാറിലേക്കും വരാൻ പോകുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ ബിഷപ്പ് എന്ന് പറഞ്ഞ അധികാരമുള്ള ആളാണ്. അത് എങ്ങനെയാണ് അധികാരം ഉപയോഗിക്കുന്നത്, ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള കഴിവുണ്ടോ അതേ പ്രശ്നം ഗുരുതരമാക്കാനുള്ള കഴിവാണോ എന്നുള്ളതാണ് ശ്രാമ്പിക്ക പിതാവിന്റെ ടെസ്റ്റിംഗ് പോയിന്റ് ആണ്. അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റി എന്ന് പറയുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഡാരനോടും ക്ലരീനയോടും പറയുക, സോറി, നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹം മുടക്കാനായിട്ട് പറ്റിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്നുള്ളൊരു ലെറ്റർ കൊടുത്തിട്ട്, ഇനി ആരെങ്കിലും ലാറ്റിൻ പള്ളിയിലെ ലെറ്റർ വാങ്ങിച്ച് അവര് കൂദാശകൾക്ക് പോവുകയാണെങ്കിൽ അതിന് എക്സംഷൻ കൊടുത്ത് ഇപ്പോൾ ലാറ്റിൻ രൂപതകളിലേക്ക് എഴുതിയിരിക്കുന്ന ലെറ്റർ വിഡ്രോ ചെയ്യുക. അതായത് സീറോ മലബാറിന്റെ ആര് വന്ന് ചോദിച്ചാലും നിങ്ങൾ അധികാരമില്ല എന്ന് പറഞ്ഞ ആ ലെറ്റർ പിൻവലിച്ചുകൊണ്ട് ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഇല്ല എങ്കിൽ ഇന്ന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് UK സീറോ മലബാർ ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകും. ആരെയും തോൽപ്പിക്കാനല്ല, സീറോ മലബാർ രൂപത ഇവിടെ നിലനിന്ന് കാണണം. പക്ഷെ അതിനകത്ത് നടക്കുന്ന ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് എത്രയും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോട് എന്ന് പറയാമോ? ഹ്യൂമൻ റൈറ്റ് വയലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനും ഏത് പള്ളിയിൽ പോകുന്നു തീരുമാനമെടുക്കുവാനുള്ള കഴിവ് നമുക്കുണ്ട്. കാരണം നമ്മളിവിടെ ആദ്യം വന്നപ്പോൾ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് റിലേഷൻഷിപ്പാണ്, ഇമോഷണൽ കണക്ഷനാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ ലാറ്റിൻ പള്ളിയിലൊക്കെ ഏജിങ് പോപ്പുലേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ കഴിയുമ്പോൾ ഇവിടുത്തെ പ്രായമുള്ളവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പള്ളി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 75 വൈദികരാണ് സീറോ മലബാറിന് ഇപ്പോൾ UK ഞാൻ അടുത്ത ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാൻ പോകുന്നൊരു ചോദ്യമാണ്. ആ 75 വൈദികരും ഞാൻ എൻ്റെ മലയാളം കുർബാന എൻ്റെ പള്ളി എന്നുള്ള രീതി മാറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ലാറ്റിൻ ചർച്ചുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സുവിശേഷകന്റെ വേല എന്നുള്ളതാണ് ശ്രാമ്പിക്ക പിതാവ് എടുത്ത ആപ്തവാക്യം. ഞാൻ തമാശയായിട്ട് പിതാവിനോട് പറഞ്ഞു, പിതാവെ നല്ല ആപ്തവാക്യമാണ് സുവിശേഷകന്റെ വേല. കാരണം പലതും വേല എന്നുള്ളത് വേലവെപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, അദ്ദേഹം വന്ന ഉടനെ തന്നെ ക്നാനായ മിഷനെ സെപ്പറേറ്റ് അങ്ങ് മാറ്റി. ഉദാഹരണത്തിന് ഞാൻ പറയുന്ന ചെംസ്ഫോർഡിൽ 35 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ 2002. അതിൽ 27 ക്നാനായക്കാര്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നു. രൂപത വന്നു കഴിഞ്ഞപ്പോൾ അവരെ അങ്ങ് വെട്ടിമാറ്റി.
അത് ഒരിക്കലും പാടില്ലായിരുന്നു. അതാണ് ആദ്യം ചെയ്ത തെറ്റ്. ജ്ഞാനായക്കാർ ആദ്യമൊക്കെ വിശ്വസിച്ചു, ഞങ്ങൾക്ക് ഭയങ്കര 10 മിഷൻ കിട്ടി, ഞങ്ങൾക്ക് സജി മലയും പുത്തമ്പരി എന്ന് പറയുന്ന ഒരു വികാരി ജനറലിനെ കൂട്ടി ഞങ്ങൾക്ക് അച്ഛന്മാരെ കിട്ടി. ഇപ്പോൾ അവർ ഖേദിക്കുവാണ് കേട്ടോ. കാരണം അവരൊരു കുർബാന കൂടണമെങ്കിൽ, കുട്ടികളുടെ ഒരു വേദപാഠം നടത്തണമെങ്കിൽ 20-30 മൈൽ യാത്ര ചെയ്യണം. അതിപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വാഴ്വ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ അവിടെ നടക്കുന്ന പ്രതിഷേധത്തിനും കൂടെ പങ്കെടുത്തിട്ടാണ് പോരുന്നത്. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രൂപത? നമ്മൾ ആൾക്കാരെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അംഗങ്ങളോട് ലാറ്റിൻ പള്ളിയിൽ പോകരുതെന്ന് പറയുകയും വികാരി ജനറലായിരുന്ന 2 പേരിപ്പോൾ ലാറ്റിൻ പള്ളിയിലെ വികാരിയായി പോയപ്പോൾ ശ്രാമ്പിക്ക് പിതാവ് പറയണം, ഇനി താങ്കളുടെ സ്റ്റാൻഡ് എന്താണ്? ലാറ്റിൻ പള്ളിയിൽ പോകുന്ന ഞങ്ങളുടെ കുട്ടികളുടെ കൂദാശ മുടക്കാനായിട്ട് താങ്കൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമില്ല എന്ന് വിനയപൂർവ്വം ഓർപ്പിക്കുകയാണ്. അതാണ് ഇതിനകത്തെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. പിന്നെ ഒന്നുള്ളത്, കാനോൻ നിയമമാണോ ലോ ഓഫ് ദ ലാൻഡ്, ബ്രിട്ടീഷ് വാല്യൂസ് എന്താ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ കേസ് കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സീറോ മലബാർ രൂപത ഡാരിനും ക്ലരീനയ്ക്കും കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, ഇത് ഇപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ടോമി പറഞ്ഞ പോലെ ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും സംസാരത്തിലൂടെ അത് പരിഹരിക്കാനും കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് നിയമപരമായ വഴികൾ കഴിയും? കോടതി സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ കാനോൺ നിയമം അറിയാവുന്നതും നമ്മുടെ ഇവിടുത്തെ 23 ഈസ്റ്റേൺ ചർച്ചസ് ഉണ്ട് സീറോ മലബാർ മാതിരി, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അറിയാവുന്ന വക്കീലുമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ കേസിന് ഒരു ലീഗൽ ബേസ് ഉണ്ട് എന്നുള്ളതാണ് ഇനീഷ്യൽ അഡ്വൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നല്ല കാര്യം. ഒരു വക്കീലിന്റെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വക്കീല് ഇതിന് കേസിന് ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും വളരെ പ്രസക്തമാണത്. ടോമെ, പക്ഷെ നമ്മുടെ ഉദ്ദേശം നമ്മുടെ രൂപതയെ സീറോ മലബാറിലേക്ക് ഒരു കോടതിയിലേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് വിശ്വാസികളുടെ താല്പര്യം. തീർച്ചയായും കല്യാണത്തിന്റെ സമയം വരുമ്പോൾ കുറി കൊടുക്കാതെ വിവാഹം മുടക്കുന്ന രീതിയിലേക്ക് ചാൻസലറും ബിഷപ്പും മാറിയാൽ സീറോ മലബാർ സഭയുടെ അധപ്പതനത്തിന്റെ തുടക്കമാണ്. ഈ വൈദികർക്ക് ഈ ബിഷപ്പ് പറയുന്നത് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. അത് കാരണം തീരുമാനമെടുക്കേണ്ടയാൾ ബിഷപ്പും. അത് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്? ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഈ രാജ്യത്ത് ഭയങ്കര. ഇക്വാളിറ്റി ആക്ട് 2011 വായിച്ചു നോക്കണം. ശ്രാമ്പിക്ക് പിതാവ് എന്നെ പറഞ്ഞു, ടോമി മിടുക്കനാണ്, പക്ഷെ ടോമി കാനോൺ നിയമം ഒന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് അയച്ചൊക്കെ തന്നു. ഞാൻ പറഞ്ഞു, കാനോൺ നിയമം ഞാൻ വായിക്കാം ബിഷപ്പെ. പിതാവേ, താങ്കളൊന്ന് ഇക്വാളിറ്റി ആക്ട് 2010 ഒന്ന് വായിച്ചു നോക്കണം. നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് ഈ രാജ്യത്തെ നിയമം. അത് പണിഷബിൾ ഒഫൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചെറിയ അറിവ് വെച്ച്, പ്രത്യേകിച്ച് ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ചിൽഡ്രൻ സോഷ്യൽ വർക്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. വളരെയേറെ സേഫ് ഗാർഡിങ് ഇഷ്യൂ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ രൂപത ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടൊരു അവസ്ഥ കൂടിയാണ്. പ്രത്യേകിച്ചും ടോം ചൂണ്ടിക്കാണിച്ചു, നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇപ്പോൾ UK ഇമിഗ്രൻസ് വിദേശികൾക്കെതിരെ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ അതിനകത്ത് ഒരു പക്ഷേ വിക്റ്റിമായിട്ട് വരും. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. അപ്പം നമ്മുടെ രൂപതയാണ് നമുക്കതിന് നേതൃത്വം കൊടുക്കേണ്ടത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുമാതിരി നിങ്ങൾ ലാറ്റിൻ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്, നിങ്ങളുടെ കൂദാശ നിഷേധനം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UK സീറോ മലബാർ ആക്ഷൻ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫ്രീ ലീഗൽ അഡ്വൈസ് കിട്ടുന്നതായിരിക്കും. ടോമിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ടോം ഒരു മാനവികത സൂക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഈ പ്രശ്നം ഗുരുതരമാകാതെ രമ്യമായിട്ട് പരിഹരിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടോമി. താങ്ക് യു വെരി മച്ച്. ഒരു വാക്കൂടെ പറയട്ടെ. ഈ UK എന്ന് പറയുന്നത് ബെർട്രാൻഡ് റസലിൻ്റെയും ബെർണാഡ് ഷോയുടെയും വിൽ ഡ്യൂറൻറ്റിൻ്റെയും നാടാണ്. ഇവിടെ ഈ കാണുന്ന ലിബറൽ സമൂഹത്തെ പടുത്തുയർത്തിയതിൽ റൗണ്ട് ഹെഡ് എന്ന് പറയുന്ന ഇന്നത്തെ ലിബറൽ പാർട്ടിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ റൗണ്ട് ഹെഡിനാണ്. അവിടുന്ന് വിക്സ് ആയിട്ടാണ് പരിഗണിച്ചത്. പിന്നീട് ലിബറൽ പാർട്ടിയായി മാറി. ആ ലിബറലിസമാണ് ഈ സമൂഹത്തെ സ്വതന്ത്രമാക്കിയത്. അതുകൊണ്ട് അത് രാജാവിൻ്റെ സബ്ജക്റ്റീവ് അധികാരങ്ങളിൽ നിന്ന് പൗരൻ്റെയും സമൂഹത്തിൻ്റെയും കളക്റ്റീവായ അധികാരത്തിലേക്കും കോൺസ്റ്റിറ്റ്യൂഷനിലേക്കും ഈ രാജ്യത്തെ നയിച്ചത് അത്തരം വരുന്ന ആളുകളുടെ കലാപങ്ങളാണ്. ആ കലാപങ്ങളിലൂടെ സ്ഥാപിച്ചെടുത്ത ഈ സമൂഹത്തിൽ വന്ന് ഇവിടുത്തെ പൗരൻ്റെ പൗരാവകാശങ്ങളെ ദംശിക്കാമെന്ന് ഈ സീറോ മലബാർ സഭയുടെ ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിലും നിയമത്തിൻ്റെയും മുമ്പിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ പോകും. നിങ്ങൾ ആ കോടതിയുടെയും നിയമത്തിൻ്റെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ടോമിക്ക് ഒരിക്കൽ കൂടി നന്ദി.